ദ ജേർണലിസ്റ്റിലേക്ക് ലോകത്തിലെ വമ്പൻ ശക്തികളെന്ന് തലയുയർത്തിപ്പിടിച്ച് ഇത്രയും കാലം നടന്നിരുന്ന ഇസ്രായേലിന് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ ആട്ടിയകറ്റി പുച്ഛിച്ച് മാറ്റി നിർത്തുന്ന ഹമാസിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടുണ്ടല്ലോ, അത് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന നാണക്കേട് ചെറുതൊന്നുമല്ല. ഹമാസിനെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട്, ഗസയെ വെണ്ണീറാക്കാൻ ഇറങ്ങി പുറപ്പെട്ട്, ഒടുവിൽ സ്വയം തീരുമെന്ന ഘട്ടമെത്തിയപ്പോൾ 3 ബന്ദികളെ ഞങ്ങൾ തന്നെ സ്വയം വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ് ഇസ്രായേലിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ കാരണമായത് IDF-ന്റെ തലവന്മാർ തന്നെയാണ്. IDF അങ്ങനെ ചെയ്തത് യുദ്ധം എത്രയും പെട്ടെന്നൊന്ന് അവസാനിച്ച് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തലുകൾ. അതിനിടയിൽ ഖത്തറുമായി വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ വേണ്ടി മൊസാദിന്റെ തലവൻ നോർവേയിലേക്ക് പോവുകയും ചെയ്തു, അവിടെ ചർച്ചകൾ നടത്തുകയും ചെയ്തു. പക്ഷെ ആ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഹമാസിന്റെ വക്താവായ അബു ഉബൈദയുടെ ഒരു ശക്തമായ നിലപാട് പുറത്തു വന്നിരിക്കുകയാണ്. ആ കളി നടക്കില്ല, നിങ്ങളുമായി അങ്ങനെ ഒരു കളിക്ക് ഞങ്ങളില്ല, നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ വേറെ വല്ലവരെയും നോക്കണം. അതായത് ഞങ്ങൾ പറയും, നിങ്ങൾ അനുസരിക്കും, അങ്ങനെയാണെങ്കിൽ മാത്രം ഇനി ഇസ്രായേലുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോയാൽ മതി എന്നാണ് ഹമാസിന്റെ തീരുമാനം. ആലോചിച്ച് നോക്കുക, ഇസ്രായേൽ തകർന്നു തരിപ്പണമായി നിൽക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നെതന്യാഹു, അവിടുത്തെ ഭരണാധികാരി, അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യം. സാധാരണക്കാരായ ഇസ്രായേലുകൾ മരിക്കണമെന്നോ ഇസ്രായേൽ എന്ന നഗരം മുഴുവൻ നശിച്ചു തീരണമെന്നോ ആ നാട് മുഴുവൻ ഇല്ലാതാക്കണമെന്നോ ഒരിക്കലും ഞാൻ പറയില്ല. അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല. അവർ സ്വതന്ത്രമായി ജീവിക്കട്ടെ, നല്ല മനുഷ്യരാണ് ഇസ്രായേലികൾ, അവർ നന്നായി ജീവിക്കട്ടെ, നമ്മുടെ ഒരുപാട് ആളുകളൊക്കെ അവിടെയുണ്ട്. ആ രാജ്യം നന്നായി പോകട്ടെ, പുരോഗമിക്കട്ടെ. പക്ഷേ ആ രാജ്യത്തിൻ്റെ ഭരണകൂടം, നെതന്യാഹു എന്ന പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആ സൈന്യവും ഒക്കെ ഗസയിലേക്ക് നടത്തുന്ന പരിപാടി അവസാനിപ്പിക്കണം. ഗസയെ സ്വതന്ത്ര രാഷ്ട്രമാക്കി അവരെയും ജീവിക്കാൻ വിടണം. അങ്ങനെയാണ് ലോകം പറയുന്നത്. ദുരാഷ്ട്ര സങ്കല്പം, പലസ്തീനെ രാജ്യമായി സ്വതന്ത്ര രാജ്യമായി തന്നെ അവരുടെ രീതിക്ക് ജീവിക്കാൻ വിടുക, അവരുടെ കാര്യങ്ങളിൽ പോയി തലയിടാതിരിക്കുക, അധിനിവേശം നിർത്തുക, അതാണ് എല്ലാവരുടെയും ആവശ്യം. അതിനിടയിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യോമാക്രമണമൊക്കെ നടത്തി ഗസയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോഴാണ് ഹമാസ് പറഞ്ഞത്, നിങ്ങളിപ്പോൾ കളിക്കുന്ന കളി ഈ ഒത്തുതീർപ്പെന്ന് പറഞ്ഞിട്ട് ഈ മൊസാദിന്റെ ആളെ നേരെ ഖത്തറിലേക്ക് വിടുന്നു, ഇനി അവർ ഞങ്ങളുമായി ചർച്ച നടത്തും, എന്നിട്ട് താൽക്കാലികമായി വെടിനിർത്താൻ പറയും, എന്നിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള ബന്ദികളെ മുഴുവൻ നിങ്ങൾ വാങ്ങിച്ചെടുക്കും, അതിനുശേഷം നിങ്ങൾ വീണ്ടും ആക്രമണം നടത്തില്ല എന്നതിന് എന്താണ് ഉറപ്പ്? അബൂ ഉബൈദ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ബന്ദികളാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം, ആ ബന്ദികളിൽ 3 പേരെ നിങ്ങൾ തന്നെ വെടിവെച്ച് കൊന്നതോടുകൂടി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടുകാരാൽ രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് നെതന്യാഹു എത്തുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലും തെരുവിലും നഗരത്തിലും തലസ്ഥാനത്തും ഒക്കെ പ്രതിഷേധമാണ്. അതിനുള്ള കാരണം ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ സൈന്യം തന്നെ ഞങ്ങൾ 3 ഇസ്രായേലികളെ കൊന്നു, ബന്ദികളെ കൊന്നു എന്ന് സ്ഥിരീകരിച്ചതുകൊണ്ടാണ്. അപ്പൊ ആ സ്ഥിരീകരണത്തിന് ശേഷം ഇസ്രായേൽ ഒരു പുതിയ നിലപാട് പ്രഖ്യാപിക്കുകയാണ്, ഇനി നയതന്ത്രപരമായ ബന്ദികളെ തിരിച്ചെടുക്കലേ ഉള്ളൂ എന്ന്. അതായത് ഹമാസിനെ തീർത്തിട്ട് ബന്ദികളെ മുഴുവൻ കൊണ്ടുവരുമെന്ന് അലമുറയിട്ടവർ ഈ ഒരു പ്രശ്നത്തോടു കൂടി സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് നേരെ ഖത്തറുമായി ചർച്ച നടത്താൻ പോയി. ഇപ്പൊ ഒരു വശത്ത് ചർച്ച നടക്കുമ്പോൾ അതേസമയം ഇന്ന് രാവിലെയും ഇസ്രായേൽ സൈന്യം ഗസയിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. അതായത് യുദ്ധക്കൊതി എന്നത് ഇസ്രായേലിന് മാറിയിട്ടില്ല, പക്ഷെ ഗതികേട് കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്താൽ പണിയാണ്, ഇസ്രായേൽ സൈനികർ മരിക്കും, ഇസ്രായേൽ പ്രക്ഷോഭം ഉണ്ടാകും, പേടിയാണ്. അതുകൊണ്ട് ഇപ്പം മിണ്ടാതിരിക്കുക. അത് അബൂ ഉബൈദയ്ക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഹമാസ് അത് തിരിച്ചറിയുന്നുണ്ട്. അവർ പറയുന്നത് എന്താ, നിങ്ങളുടെ ഈ കളി നമുക്ക് മനസ്സിലായി, എങ്ങോട്ടാണ് പോക്കുന്നത്, വെടിനിർത്താം താൽക്കാലികമായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളുകളെ, ബന്ദികളെ മുഴുവൻ ഞങ്ങളുടെ നിന്ന് മേടിച്ചെടുക്കും, കുറെ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു തരികയും ചെയ്യും, തൊട്ടടുത്ത നിമിഷം വീണ്ടും ഇതേപോലുള്ള അധിനിവേശം തുടരും, ഈ കരാറിന്റെ ഭാഗമായി വിട്ടുതന്ന പലസ്തീനുകളെ മുഴുവൻ അല്ലെങ്കിൽ അതിന് ഇരട്ടി ആളുകളെ നിങ്ങൾ വീണ്ടും പിടിച്ചുകൊണ്ട് പോകും. ഇത് പലപ്പോഴായി സംഭവിക്കുന്നതാണ്. ഇനി ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അത് അന്തിമമായിരിക്കും. അതായത് അന്തിമമായ നീക്കമാണ് ഹമാസ് പ്രതീക്ഷിക്കുന്നത്, ഫൈനൽ. ഇനി ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഫൈനലാണ്. അതോടുകൂടി ദുരാഷ്ട്ര സങ്കല്പം ഉണ്ടാകണം. പിന്നെ ഇസ്രായേൽ ഗസയിലേക്ക് അധിനിവേശമെന്നോ ഞങ്ങളുടെ ഭൂമിയാണെന്നോ ഒക്കെ പറഞ്ഞ് വരരുത്. ഇപ്പോൾ ഇതിൽ ഹമാസിന്റെ വക്താവ് അബൂ ഉബൈദ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കെന്ന് പറയുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് അഭിമാനപൂർവം ഞങ്ങളുടെ മണ്ണിൽ താമസിക്കണം, ഞങ്ങൾക്ക് അഭിമാനപൂർവം ഞങ്ങളുടെ മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കണം, അതിന് കൃത്യവും ശക്തവും സുദൃഢവുമായ ഒരു കരാർ വേണം. ആ കരാറാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
അതാണ് ഞങ്ങളുടെ ആവശ്യം. അധിനിവേശം എല്ലാ തരത്തിലും അവസാനിക്കണം. അല്ലാതെ ഇനിയൊരു ചർച്ചയില്ല. ഞങ്ങൾ പോരാടും, വിജയം വരെ അത് തുടരും. ഷാർപ്പായിട്ടുള്ള ഒരു മറുപടി. ഇതിനപ്പുറം ഒന്നും ഇനി ഇസ്രായേലിന് കൊടുക്കാനില്ല. ഇസ്രായേലിന്റെ സൈനികരെയൊക്കെ കൊന്നുകളയുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉള്ള ഒരു വ്യക്തമായ മറുപടിയും വേണമെങ്കിൽ ഒരു മുന്നറിയിപ്പുമാണ് ഹമാസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൽ ഇസ്രായേൽ എന്ത് നടപടി സ്വീകരിക്കും, എന്തു മറുപടി പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹമാസ് പറയുന്നത് ശരിയാണ്. വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞൊരു കരാർ ഒപ്പിട്ടിട്ട് ബന്ദികളെ മുഴുവൻ വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ബന്ദികളെ വീണ്ടെടുക്കാൻ പോയ സൈനികരൊക്കെ കൊല്ലപ്പെടുകയാണ്. കരയുദ്ധത്തിലേക്ക് പോകുന്നവരൊക്കെ മരിച്ചു വീഴുക. അത് ഇസ്രായേലിനെ വല്ലാതെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കരയുദ്ധത്തിലൂടെ ബന്ദികളെ വീണ്ടെടുക്കാമെന്ന് പിന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. അവർക്ക് മനസ്സിലായി പണി നല്ല രീതിയിൽ കിട്ടുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഇപ്പൊ ശ്രദ്ധിച്ചില്ലേ, കഴിഞ്ഞ 1-2 ദിവസമൊക്കെ ആയിട്ട്, 2-3 ദിവസമായിട്ട് കൂട്ടിക്കോ, ഇത്രയും ദിവസമായിട്ട് ഇസ്രായേലിന്റെ സൈനികരാരും അല്ലെങ്കിൽ സൈനിക വക്താക്കൾ ആരും ബന്ദികളെ ഞങ്ങൾ ജീവനോടെ പിടിക്കും, ഞങ്ങളുടെ സൈന്യം പോയി പിടിക്കുമെന്നോ അല്ലെങ്കിൽ ഹമാസിനെ മുഴുവൻ തീർത്തതിന് ശേഷം ബന്ദികളെ പിടിച്ചുകൊണ്ട് വരുമെന്നോ പറയുന്നില്ല. ഈ തുരങ്കത്തിലേക്ക് കടൽ വെള്ളം ഒഴിക്കുന്ന പദ്ധതി, നായ്ക്കൂട്ടത്തെ ഇറക്കി വിടുന്ന പദ്ധതി, റോബോട്ടുകളെ ഇറക്കി വിടുന്ന പദ്ധതി, ഡ്രോണുകൾ അയച്ച് തുരങ്കങ്ങൾ പൊട്ടിച്ചെറിക്കുന്ന പദ്ധതി, ഇതൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും നടക്കുന്നില്ല. അത് മനസ്സിലായതുകൊണ്ടാണ് ഇസ്രായേൽ അവസാനമായി ഒരു വെടിനിർത്തലിലേക്ക് പോയത്. പക്ഷെ ആ വെടിനിർത്തൽ ഒരു തന്ത്രമാണോ, ഞങ്ങളെ പറ്റിക്കാനുള്ള, കളിപ്പിക്കാനുള്ള ശ്രമമാണോ? ആ സംശയം ഹമാസിനുണ്ട്. അതാണ് അബൂ ഉബൈദ പറയുന്നത്, ഇനി ഒരൊറ്റ കരാർ, അന്തിമമായ നീക്കം. അതായത് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് അന്തിമമായൊരു ഫൈറ്റാണ്. ഇതിനൊരു അവസാനം കാണുന്നത് വരെ ഞങ്ങൾ ഈ ഫൈറ്റ് തുടരും. ഇത് എപ്പോഴും അബൂ ഉബൈദ പറയുന്നതാണ്. അതിൻ്റെ തന്നെ മറ്റൊരു വേർഷനായിട്ടാണ് പറഞ്ഞത്, ഇനിയൊരു കരാറാണെങ്കിൽ അത് അന്തിമമായിരിക്കും. ആ ഒരൊറ്റ ചർച്ച, ഇനിയൊരു ചർച്ചയാണെങ്കിൽ അത് അന്തിമമായിരിക്കും, അതിനപ്പുറം ഒന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഫൈറ്റ് തുടരും. ഇസ്രായേലിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, കാഷ്വാലിറ്റീസ് അത് കൂടും. അത്രയും സ്ട്രോങ് ആയിട്ട് ഹമാസ് നിലപാടെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും അബൂ ഉബൈദ തങ്ങളുടെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇസ്രായേൽ അതിനെതിരെ പ്രതികരിച്ചതായി റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖാലിദ് മിഷൽ ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾ വലിയ പോരാട്ടത്തിന് സജ്ജരാണ്, 35,000-ഓളം ഞങ്ങളുടെ സൈനികർ ഇവിടെ ഉണ്ട്, ഹമാസിന്റെ ആളുകളുണ്ട്, റെഡിയായി നിൽക്കുകയാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് താല്പര്യമുണ്ടെങ്കിലും ഹമാസ് അതിന് തയ്യാറാകില്ല. ഗസയിലുള്ള സൈനികരെ കരയുദ്ധത്തിലൂടെ തീർത്ത് കളയുന്ന നിലപാടുമായി അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റുമായിട്ട് അവർ മുന്നോട്ട് പോകും. ഇതൊരു വലിയ ടെൻഷനായി തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഇതിൽ സ്വീകരിക്കുന്ന നിലപാട്, പലസ്തീൻ തടവുകാരെ മുഴുവൻ വിട്ടുകൊടുത്ത് ഗസയിലെ പൂർണ്ണമായി ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ഒരു സമ്പൂർണ്ണ വെടിനിർത്തൽ, അതുപോലെ തന്നെ പലസ്തീനെ സ്വതന്ത്രമാക്കുന്ന ഒരു അന്തിമ കരാർ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇടനിലക്കാരുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളുടെയൊക്കെ ഇടപെടലിന്റെ ഫലമായി ഒരു കരാർ, ആ ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ പോകുമോ? പലസ്തീൻ സ്വതന്ത്രമാകുമോ? അതാണ് ഇപ്പോൾ ശക്തമായി വരുന്ന ചോദ്യം. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ പലസ്തീൻ സ്വതന്ത്രമായേ പറ്റൂ, സ്വതന്ത്രമാകണം, സ്വതന്ത്രമാകും എന്ന പ്രതീക്ഷയുണർത്തുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്.